മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ ചർച്ച കേരളത്തിൽ തുടങ്ങാൻ കാരണം CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഒരു പ്രസംഗം കണ്ണൂരിലെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം പുറത്തു വന്നതിന് ശേഷമാണ് മെക്സവൻ എന്ന ഈ ഒരു വ്യായാമ കൂട്ടായ്മയെ കൂടുതൽ ശ്രദ്ധിക്കുകയും കൂടുതൽ മാധ്യമ പ്രാധാന്യം കിട്ടുകയും അത് കൂടുതൽ ചർച്ചയാവുകയും ഇപ്പോൾ ME ഗോവിന്ദൻ ആ മെക്സവനെ കുറിച്ച് പി മോഹൻ പറഞ്ഞ കാര്യങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അവസാനമായി വന്നിരിക്കുന്നത്. ME ഗോവിന്ദൻ പി മോഹനനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. മോഹനൻ പറഞ്ഞത് ശരിയല്ല എന്ന തരത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് ആ അന്ന് മോഹനൻ പറഞ്ഞ അല്ലെങ്കിൽ പ്രസംഗിച്ച ആ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ കേൾപ്പിക്കുകയാണ്. പഴയ വീഡിയോയിൽ നിന്നും എടുത്ത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിലുള്ള ആ വാക്കുകളിൽ കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ആ ഓഡിയോ കേൾക്കാം. പി മോഹനൻ പ്രസംഗിച്ച ഓഡിയോ മെക്സവനെ കുറിച്ച്. ഞങ്ങളുടെ ജില്ലയിൽ ഒരു 1-2 സ്ഥലത്ത് രാവിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു. ഇങ്ങനെ ചിലയിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ 2-3 കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഖാക്കൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയൊക്കെ അഡ്മിൻ കണ്ടുപിടിച്ച് തേടി നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത്, ഞങ്ങളെത്തിയത്. അതെ. അപ്പൊ നോക്കുമ്പോ 2 ആളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫണ്ടിന്റെ ആളുകളാണ്. ഇവരെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ആരാ? ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ട് പറയാ നിങ്ങൾ ഫീസൊന്നും വേണ്ട, പരിശീലിപ്പിക്കാൻ ആദ്യം കുറച്ചാൾ വരും, ബാക്കി പിന്നെ നിങ്ങളങ്ങ് നോക്കിയാൽ മതി, ഒരു 10 പൈസ ചെലവില്ല. തുറസായ സ്ഥലത്ത് പൊതു സ്ഥലത്ത് ഒരു മാസം എന്താ ഇവരെപ്പാട്? അതെ, ജിമ്മും മറ്റതെല്ലായിട്ട് ഇവരെ ചെലവിൽ. സംഗതി എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ്. ഏത് സ്വഭാവത്തിലുള്ള മതരാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത്? പച്ചയായിട്ട് ഞാൻ പറയാം, പാകിസ്ഥാനെ പോലെ ഇസ്ലാമിക ഭരണവ്യവസ്ഥയുള്ള ഒരു മുസ്ലിം രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനാണ് ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കിയിട്ട് അവർക്കങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലിന് ആട്ടിയോടിക്കപ്പെടുന്നത് ആരായിരിക്കും? ഏത് മതവിശ്വാസികളായിരിക്കും? അതാണ് എന്റെ ചോദ്യം. ആരായിരിക്കും? ഒരു സംശയവും വേണ്ട, ഹിന്ദുക്കളായിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ CPM ഈ മെക്സവന് എതിരായിട്ട് പി മോഹൻ പറഞ്ഞ വാക്കുകളെ ഭയക്കുന്നത്? മെക്സവനെ ഇപ്പോൾ വെള്ളപൂശാൻ CPM ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പാർട്ടിയുടെ പ്രമുഖനായ നേതാവായ പി മോഹനെ തള്ളി കളഞ്ഞത് എന്തുകൊണ്ടാണ്? പി മോഹനൻ പിന്നീട് പാർട്ടി സമ്മർദ്ദം വന്നപ്പോൾ ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞപ്പോൾ പി മോഹനൻ പറഞ്ഞതിനെ വിഴുങ്ങിയത്, പി മോഹനൻ തന്നെ താൻ പറഞ്ഞ ഈ അർത്ഥവത്തായ ചില വാക്കുകൾ, കടുത്ത വാക്കുകൾ അദ്ദേഹം വിഴുങ്ങിയത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം വ്യക്തമാണ്, CPM കേരളത്തിൽ വല്ലാതെ നിലനിൽപ്പിൻ്റെ അങ്കലാപ്പിലാണ്. എങ്ങനെ നിലനിൽക്കും ഈ പാർട്ടി? കേരളത്തിൽ നിലനിൽക്കാൻ പറ്റുമോ? അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരു നിശ്ചയവുമില്ലാതായിരിക്കുന്നു CPM എന്നത്. കാരണം 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വൻ പരാജയമാണ് പാർട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നത്. രണ്ടാമതൊരു ഗവൺമെൻറ് ചരിത്രത്തിൽ ആദ്യമായി എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഭരണകൂടം തുടർന്നു എന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ ചരിത്രത്തിൽ അതൊരു സത്യമല്ല. CPM സഖാക്കൾ പിണറായി വിജയൻ്റെ ഭരണമാണ് ആവർത്തിക്കപ്പെട്ടത്, അതുകൊണ്ട് തുടർ ഭരണം വന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അതിന് മറ്റൊരു കേരള ചരിത്രത്തിൽ CH മേനോൻ ഭരിച്ചിരുന്നപ്പോൾ CH മേനോൻ്റെ കാലത്തും ഇത്തരത്തിൽ തുടർ ഭരണം വന്നിരുന്നു എന്നത് കാര്യമാണ്. ചരിത്രത്തിൽ ആദ്യം ഒന്നും അല്ല പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു തുടർ ഭരണം വന്നത് എന്നത് മാത്രം ഞാനിവിടെ പറയുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. എന്തായാലും ഈ CPM ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2 പരാജയപ്പെട്ടു. ഇനി മുന്നിൽ നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാണ്. അതിനു വേണ്ടിയിട്ട് വാർഡ് വിഭജനവും മറ്റോ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും കുറെ അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്, വെപ്രാളത്തിലാണ് CPM. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുമെന്നൊരു ഒരു ഉറപ്പ് CPM നേതൃത്വത്തിനില്ല.
പാർട്ടി സമ്മേളനങ്ങൾ മുഴുവനും CPM-ന്റെ പ്രമുഖ നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് CPM പിന്നെ എല്ലാം എന്നൊക്കെ പറയുന്ന പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന പരാമർശങ്ങളും ആക്ഷേപങ്ങളുമാണ് പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം സഖാക്കൾ ഉന്നയിച്ചത്. പല സ്ഥലങ്ങളിൽ നിന്നും CPM പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു. ഇന്ന് വരുന്ന വാർത്ത ഇതാ, പാലക്കാട് നിന്നും നല്ലൊരു വിഭാഗം CPM-ൽ നിന്നും പിരിഞ്ഞു പോയിരുന്നു. അവർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് കയറി, അവർ കോൺഗ്രസിലെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അവസാനമായി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പല നേതാക്കളും CPM വിട്ടിട്ട് BJP-യിലേക്ക് ചേക്കേറുന്നു. BJP-യിലേക്ക് ഒരിക്കലും CPM-കാർ പോകില്ല എന്ന് വീമ്പിളക്കിയവരാണ് CPM-കാർ. പക്ഷേ BJP-യിലേക്ക് ഇങ്ങനെ നേതാക്കൾ പോലും, വലിയ നേതാക്കൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവർ BJP-യിലേക്ക് ചേക്കേറുന്നു. കോൺഗ്രസിനകത്ത് ഈ മെക്സവൻ എന്ന വിഷയത്തിൽ കോൺഗ്രസ് വല്ലാതെ കയറി പിടിച്ചു. കോൺഗ്രസ് പാലക്കാട്ട് VK ശ്രീകണ്ഠനും കോഴിക്കോട്ട് അബിൻ വർക്കിയും ഇത് മഹത്തായ ഒരു വ്യായാമ കൂട്ടായ്മയാണെന്ന് പറഞ്ഞ് അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നല്ലൊരു വിഭാഗവും ഈ മെക്സവനെ കൂടെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുമ്പോൾ CPM ഒറ്റപ്പെടുന്നു. ഇത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വല്ലാതെ തിരിച്ചടി കിട്ടും എന്നുള്ളൊരു ഭയം CPM-ന് വന്നിരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, CPM-ന് എങ്ങനെ അടുത്ത കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്നതിനെ കുറിച്ച് അങ്കലാപ്പ് തുടങ്ങിയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ ഈ മെക്സവനെ കുറിച്ച് പറഞ്ഞ കാതലായ കാര്യങ്ങൾ. ഞാൻ അടിവരയിട്ട് പറയും, നിങ്ങൾ കേട്ടതാണ് മോഹനൻ പറഞ്ഞ കാര്യങ്ങൾ. കാതലായ കാര്യങ്ങൾ വിഴുങ്ങാൻ മോഹനനും, അങ്ങനെ പറഞ്ഞ മോഹനനെ തള്ളിപ്പറയാൻ CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദനും വന്നിരിക്കുന്നത്. CPM വല്ലാതെ പ്രതിസന്ധിയിൽ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും.